അങ്ങനെ ഒരു കരിമീൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, കരിവേപ്പില എടുത്ത് വെച്ചു. കുറച്ച് ഇതൊക്കെ അടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കരിവേപ്പിലയും ഇടിച്ച് വെച്ചിട്ടുണ്ട്. ചട്ടി അകത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇനി നമ്മൾ വെള്ളം കുറച്ച് ചൂടുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി അതും ചൂടാക്കി വെച്ചു. അപ്പോൾ ഇന്ന് കരിമീൻ കറിയാണ്. കരിമീൻ മുളക് ചാറ് കറി, കോട്ടയം സ്റ്റൈലിൽ നോക്കാം, പിന്നെ കാണിച്ചു തരാം. അങ്ങനെ എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് ഇത് നമുക്ക് പൊട്ടിച്ച് കഴിയുമ്പോൾ ഒരിക്കലും ഉലുവ ഇടാൻ പോവാണ്. സ്വല്പം ഉലുവ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അധികം ഉലുവ ഇതാകാൻ പാടില്ല. അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഉള്ളി ഇടണം. അങ്ങനെ ഉള്ളിയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിയിട്ട് നമ്മൾ കുറച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഉള്ളിയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കരിമീൻ കറി അടുപ്പത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉള്ളിയിട്ട് ഇളക്കിയിട്ട് ഇന്ന് കോട്ടയം സ്റ്റൈലാണ് കേട്ടോ. ഇത് ഉണ്ടാക്കുന്ന കോട്ടയം സ്റ്റൈലാണ്. ഉള്ളിയിട്ടിരിക്കുകയാണ്. ഉള്ളി ചെറിയ മൂപ്പാകുമ്പോൾ ചെറുതായിട്ടൊന്ന് താകുമ്പോഴത്തേക്കും അത് പച്ചമുളക് ഇട്ട് കൊടുക്കും. പച്ചമുളകിൻ്റെ ആ ഒരു കുത്തിനൊന്ന് മാറുന്നത് പച്ചമുളക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. പച്ചമുളക് ഇങ്ങനെ ഇട്ട് ആ ഒരു നമ്മളൊന്ന് ഇളക്കൊണ്ടിരിക്കുന്നത്. ഈ കുറച്ചാണ് വെച്ചേക്കണത്. ഇങ്ങനെ ഇളക്കി വയ്ക്കുന്ന കരിമീൻ ആണ് പുതിയ സ്പെഷ്യൽ കോട്ടയം സ്റ്റൈലിൽ. ഇതൊക്കെ നമ്മളൊരു ചെറിയ തട്ടിക്കൂട്ടാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ വീട്ടിലെ പരിപാടികളാണ് നമ്മൾ ചെയ്യണത്. നമ്മൾ നമ്മുടെ സഹധർമ്മിയെ സഹായിക്കുക എന്നുള്ളതാണല്ലോ. അവർ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ അവർക്ക് ചെയ്ത് സഹായിച്ച് കൊടുക്കുക. അതാണല്ലോ ഒരു വീട്ടിലെ നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം നമ്മൾ ചെറുതായിട്ട് മീൻകറിയും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ വെച്ച് അവരെ ഒന്ന് സഹായിക്കുക, അവർക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കുക. ഈ അടുക്കളപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വനിതാ സമാജത്തിനെ സമ്മതിക്കണം. ലേഡീസ് ഏറ്റവും വലിയൊരു ഭയങ്കര പണിയാണ്. ഏറ്റവും ജോലിയേക്കാരും ഏറ്റവും വലുത് അടുക്കളപ്പണിയാണ്. അതിന് സമയത്തിന് ആഹാരം കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് നമ്മൾ ഇത്തിരി ഇഞ്ചി ഇടുവാണ്. അതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇഞ്ചി ഒന്ന് ഇട്ട് ഇളക്കുക. ഇതിനൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അപ്പം പരസ്പരം സഹായിക്കുക. ഒരു കുടുംബജീവിതത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്യുക. നമ്മളെ കൊണ്ടാകാവുന്ന സഹായം അവർക്ക് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മുടെ ബന്ധങ്ങൾ, ആത്മബന്ധങ്ങൾ, ജീവൻ ടേക്ക് എന്ന് പറയുന്ന പോളിസിയിൽ നമ്മൾ അല്ലാണ്ട് നമ്മൾ രാജാവിനോട് ദേശപ്പെടുത്തുന്ന ഏത് സമയത്തും അതുകൊണ്ടോ ഇതുണ്ടോ എന്ന് ചോദിക്കരുത്. അപ്പം നമ്മളും അവരും ഉള്ള നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ നമ്മൾ അടുക്കളയിലാണെങ്കിലും എവിടെയാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും നമ്മൾ സഹായിക്കുക. അതുകൊണ്ട് നമ്മൾ ഓഫീസിൽ വലിയ മുതലാളിയാണെന്നുണ്ടെങ്കിൽ ഇരിക്കരുത്. കുടുംബത്തിൻ്റെ ഐശ്വര്യമാണെങ്കിൽ അതാണ്. പിന്നെ ചിലർക്ക് അവരുടെ ജോലി സംബന്ധമായ യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് പറ്റാണ്ടിരിക്കും. ആകുന്നവർ പുരുഷന്മാരോടാണ് ഞാൻ പറയുന്നത്. ആകുന്ന പുരുഷന്മാർ നമ്മളുടെ സഹപാഠിയെ മാക്സിമം നമ്മൾ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ആ കുടുംബത്തിന് നല്ലൊരു ഐശ്വര്യവും ഭാവി തലമുറ ഇത് കണ്ട് പഠിക്കുകയും ചെയ്യും. അപ്പോൾ അവർക്കും മേശപ്പെടുത്തിരുന്ന അതുണ്ടോ പുട്ടുണ്ടോ മീൻകറി ഉണ്ടോ ഇതൊന്നും ചോദിക്കില്ല. അവർക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാവില്ല. അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെയും ഭാവി തലമുറയെ പ്രോത്സാഹിക്കും. ഇനി കുറച്ച് വെളുത്തുള്ളി കൂടെ ഇടാൻ പോകണ്ട. കുറച്ച് വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പരിപാടി കഴിയും. അടുത്തതായിട്ട് നമ്മൾ മൂപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇളക്കമാണ്. ഇനിയിപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ബാക്കി നിങ്ങളെ പിന്നെ കാണിക്കാം. നമ്മുടെ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് സെറ്റ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ തിളക്കട്ടെ, ഒന്ന് വേവിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ പുളി പിഴിഞ്ഞൊഴിച്ചു. പുളി പിഴിഞ്ഞ് വെച്ചിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. അതിന് നമ്മൾ തിളക്കട്ടെ. ഈ തേങ്ങാപ്പാൽ എടുക്കാൻ പോവുക. ഈ സാധനം തേങ്ങാപ്പാൽ ലാസ്റ്റ് നോക്കണല്ലോ. അതുകൊണ്ട് ഈ തേങ്ങാപ്പാൽ എടുക്കാം. അപ്പോഴത്തേക്കും ഞാനൊന്ന് വേഗട്ടെ കേട്ടോ. പിന്നെ നമുക്ക് വേഗട്ടെ നമ്മൾ ബാക്കി നോക്കാം. ഒന്ന് ചുറ്റിക്കാൻ പോകും. അത് കഴിഞ്ഞ് ബാക്കി പറയാം. അങ്ങനെ നമ്മുടെ മീൻകറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇനി അത് കുറച്ച് ഒരു വെള്ളം പറ്റാനുണ്ട്. അത് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ചേർക്കും. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളതിനെ ബാക്കി കാര്യങ്ങൾ ചെയ്യണം. അപ്പം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ. അങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തു. പിന്നെ ലാസ്റ്റ് നമ്മൾ പൊടിക്ക ചേർക്കുന്നത്, അതായത് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടിച്ചിട്ട് അതിനകത്ത് ഇത്തിരി കരിവേപ്പിലിട്ട് വെളിച്ചെണ്ണിട്ട് തിരുമ്മിയിട്ട് ഇവിടെ മുകളിൽ തട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ചെറിയൊരു ടെക്കാണ് കേട്ടോ, ടിപ്പ്. അപ്പോൾ സംഗതി ഓക്കെയാണ്. ഇനിയിപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ കഴിഞ്ഞ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഉടനെ ഉച്ചയ്ക്കൊരു പിടി പിടിക്കണം. ഓക്കെ ശരി.